ബാങ്കിൻ്റെ ജപ്തി നോട്ടീസ് വീടിൻ്റെ ചുവരിൽ പതിക്കുന്നത് കണ്ടപ്പോൾ അച്ഛൻ്റെ തകർച്ച പൂർത്തിയായി എന്ന് ഗായത്രിക്ക് മനസ്സിലായി. കൊറോണ തുടങ്ങിയപ്പോൾ തന്നെ അച്ഛൻ്റെ ബിസിനസ് തകർന്നു തുടങ്ങിയിരുന്നു. ആദ്യം സ്ഥാപനങ്ങൾ ഓരോന്നായി പൂട്ടി, പിന്നെ സ്ഥലങ്ങൾ ഓരോന്നായി വിറ്റഴിഞ്ഞു, ഒടുവിൽ വീടും. അച്ഛൻ മടങ്ങി വന്നത് ഒരു ടാക്സിക്കാരിലാണ്. കാറും നഷ്ടമായി എന്ന് അവൾക്ക് മനസ്സിലായി. ചേച്ചിയോട് മടങ്ങിപ്പോരാൻ അമ്മ വിളിച്ച് പറയുന്നത് അവൾ കേട്ടു. ചേച്ചി ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത്. വൈകുന്നേരം അച്ഛനെ വിളിച്ചുകൊണ്ട് വന്ന ടാക്സിക്കാരിൽ കയറുമ്പോൾ ഇനി വീട്ടിലേക്കൊരു മടക്കമില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. കാർ നിന്നത് ഒരു വാടക വീടിൻ്റെ മുന്നിലാണ്. അവരുടെ വീടിൻ്റെ ഔട്ട് ഹൗസിൻ്റെ അത്രയും പോലും വലിപ്പമില്ലാത്ത ഒരു കൊച്ചു വീട്. അച്ഛൻ കാറിൽ തന്നെ മടങ്ങിപ്പോയി. തിരിച്ചു വന്ന് നന്നായി മദ്യപിച്ചാണ്. അച്ഛൻ്റെ പഴയ മാനേജരും കൂടെയുണ്ട്. അയാൾ വാങ്ങിക്കൊടുത്താണെന്ന് അവൾക്ക് മനസ്സിലായി. മുൻപ് അച്ഛൻ്റെ മുന്നിൽ അയാൾ ഇരിക്കില്ലായിരുന്നു. ഇപ്പോൾ അച്ഛൻ്റെ മുന്നിൽ കാലിന്മേൽ കാൽ കയറ്റി വെച്ചാണ് അയാൾ ഇരിക്കുന്നത്. അവളും അമ്മയും ആ ഭാഗത്തേക്ക് പോയില്ല. അയാൾ പോയപ്പോൾ അമ്മ വഴക്ക് കൂടുന്നത് അവൾ കേട്ടു. ചേച്ചി നേരം പുലർന്നിട്ടും വന്നില്ല. വിളിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, എനിക്കൊരാളെ ഇഷ്ടമാണ്, ഞാൻ അയാളുടെ കൂടെ പോവാണ്. നാട്ടിലെ അവസ്ഥ ചേച്ചിക്ക് നന്നായി അറിയാം, അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്ന് ഗായത്രിക്ക് തോന്നി. അമ്മയെന്നും ഒരു സാധാരണ വീട്ടമ്മയായിരുന്നു. ഒരിക്കലും ബിസിനസ്സിൽ ഇടപെട്ടിട്ടില്ല. അമ്മ രാവിലെ മുതൽ കരച്ചിലാണ്. നമ്മളിനി എങ്ങനെ ജീവിക്കും? അമ്മ അച്ഛനോട് ചോദിക്കുന്നവൾ കേട്ടു. അച്ഛന് മറുപടിയില്ല. പഠിത്തം മുടങ്ങുമെന്ന് അവൾക്ക് ഉറപ്പായി. ചേച്ചിയെ അന്വേഷിച്ച് പോകാനുള്ള പണം പോലും അച്ഛൻ്റെ കയ്യിലില്ലായിരുന്നു. അച്ഛനും അമ്മയും ചേച്ചിയെ വിളിച്ചുകൊണ്ടിരുന്നു. ചേച്ചി ഫോൺ എടുത്തില്ല. അവൾ ആരുടെ കൂടെയാണ് പോയതെന്ന് പോലും രണ്ടുപേർക്കും അറിയില്ല. ഇതുപോലെ ഒരവസ്ഥയിൽ എല്ലാവരെയും മറന്നിറങ്ങിപ്പോയ ചേച്ചിയോട് ഗായത്രിക്ക് നല്ല ദേഷ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അവളിതുവരെ വിളിച്ചില്ല. അമ്മയുടെ സങ്കടം കണ്ടപ്പോൾ അവൾ ചേച്ചിയെ വിളിച്ചു. ചേച്ചി ഫോൺ എടുത്തു. അമ്മ കരച്ചിലാണ്. അവൾ പറഞ്ഞു, ഞാനങ്ങോട്ട് വന്നാലും ഒന്നിച്ചിരുന്ന് കരയാനല്ലേ പറ്റൂ? ചേച്ചി ചോദിച്ചു. ആരടി? ഒരു ആൻ്റെ ശബ്ദം അവൾ കേട്ടു. എൻ്റെ അനിയത്തിയാണ്. ചേച്ചി പറയുന്നതും കേട്ടു. ഭർത്താവായിരിക്കും. ചേച്ചി ആരുടെ കൂടെയാണ് പോയതെന്നെങ്കിലും അച്ഛനമ്മ അറിയട്ടെ, രണ്ടുപേർക്കും സമാധാനമാകുമല്ലോ, ഗായത്രി പറഞ്ഞു. ചേച്ചി ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു. അതവൾ അച്ഛനെയും അമ്മയും കാണിച്ചു. രാത്രി വീണ്ടും ചേച്ചി അവളെ വിളിച്ചു. ഹസ്ബൻഡ് ഹണിമൂൺ മൂഡിലാണ്, അതുകൊണ്ടാണ് അന്നേരം ഫോൺ കട്ടാക്കിയത്, ചേച്ചി പറഞ്ഞു. അവളൊന്നും മിണ്ടിയില്ല. നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ പഠിക്കണ്ട, ചേച്ചി പറഞ്ഞു. അപ്പോഴും അവൾ മൂളിയതേ ഉള്ളൂ. നിനക്കവളോട് ദേഷ്യമായിരിക്കുമല്ലേ, ചേച്ചി ചോദിച്ചു. ഭർത്താവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ചേച്ചി ഫോൺ കട്ടാക്കി. ചേച്ചിക്ക് സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ എന്ന് ഗായത്രിക്ക് മനസ്സിലായി. ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യുമായിരിക്കും, പക്ഷെ കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കാനില്ല. ആ ബന്ധം ഏറെക്കുറെ അവസാനിച്ചുവെന്ന് അവൾക്ക് മനസ്സിലായി. അവളുടെ മനസ്സും തളർന്നിരിക്കുകയായിരുന്നു. ആരുടെ മുന്നിൽ തോറ്റാലും ചേച്ചിയുടെ മുന്നിൽ തോൽക്കാൻ അവൾക്ക് മനസ്സിലായിരുന്നു. അച്ഛനാകെ തളർന്ന മട്ടാണ്. ഇനി എന്തെങ്കിലും ചെയ്യാൻ കയ്യിൽ പണമൊന്നുമില്ല. ഇന്നലെ വരെ AC മുറിയിലായിരുന്നു ഉറക്കം. അവൾ ചുറ്റും നോക്കി. ശബ്ദമുണ്ടാക്കി കറങ്ങുന്ന ഒരു ഫാനുണ്ട്. അവൾ ഫാനിലേക്ക് നോക്കി ഉറക്കം വരാതെ കിടന്നു. കൂട്ടുകാരൊന്നും വിളിക്കുന്നത് പോലുമില്ല. എല്ലാവരും അച്ഛൻ്റെ തകർച്ച അറിഞ്ഞു കാണും. കൂട്ടുകൂടിയാൽ ബാധ്യതയായി മാറിയല്ലോ. ഇന്നലെ വരെയുള്ളതെല്ലാം മറക്കാൻ അവൾ തീരുമാനിച്ചു. രാവിലെ അവൾ പോയത് കോളേജിലേക്കല്ല, ഒരു ജോലി തേടിയാണ്. അതിനു മുൻപ് കുറച്ച് പണം കയ്യിൽ വേണം. അവളൊരു വളം പണയം വെക്കാൻ തീരുമാനിച്ചു. ആ തീരുമാനം ശരിയായിരുന്നുവെന്ന് പിന്നെ അവൾക്ക് മനസ്സിലായി. സ്വർണം പണയം വെക്കാൻ വന്നാണെന്ന് പറഞ്ഞപ്പോൾ കൗണ്ടറിലിരുന്ന ആളുടെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി അവൾ കണ്ടു. അച്ഛൻ്റെ അക്കൗണ്ട് ഇവിടെയായിരുന്നു, അയാൾ പറഞ്ഞു. അക്കൗണ്ടിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ, അയാൾ പറഞ്ഞു. ഒരു 10,000 രൂപ ബാലൻസ് ഉണ്ട്, അയാൾ പറഞ്ഞു. അവളുടെ കണ്ണുകൾ വിടർന്നു. പക്ഷേ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്, അയാൾ പറഞ്ഞു. അവളുടെ മുഖം വാടി. താൻ പേടിക്കണ്ട, പണം ഞാൻ തരാം. ലഞ്ച് ബ്രേക്കിന് പുറത്ത് കണ്ടാൽ മതി, ശബ്ദം താഴ്ത്തി അയാൾ പറഞ്ഞു. അയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം അവൾക്ക് മനസ്സിലായി. 10,000 രൂപ ഇപ്പോൾ ചെറിയൊരു തുകയല്ലെന്ന് അവൾക്കറിയാം. സ്വർണം കയ്യിലുണ്ടെങ്കിൽ എപ്പോഴും ഒരു ധൈര്യമാണ്. ലഞ്ച് ബ്രേക്കിന് അയാൾ പുറത്തേക്ക് വന്നപ്പോൾ അവൾ കാത്തു നിൽപ്പുണ്ടായിരുന്നു. താൻ പോയി കാണുമെന്നാണ് ഞാൻ കരുതിയത്, കള്ളച്ചിരിയോടെ അയാൾ പറഞ്ഞു. 10,000 രൂപ എനിക്കിപ്പോൾ വലിയൊരു തുകയാണ്, അവൾ പറഞ്ഞു. അയാളുടെ കണ്ണുകൾ വിടർന്നു. അച്ഛൻ്റെ കൂടെ പലപ്പോഴും ഞാൻ ഇയാളെ കണ്ടിട്ടുണ്ട്, അവളെ അടിമുടി നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു. കാർ ഒരു ഹോട്ടലിലേക്കാണ് പാഞ്ഞത്. അവളെ കീഴടക്കുമ്പോൾ അയാൾ പറഞ്ഞു, ഇത് സ്വപ്നമാണോ സത്യമാണോ എന്ന കൺഫ്യൂഷനിലാണ് ഞാൻ. സ്വപ്നത്തിൽ പോലും ഇങ്ങനൊരു ഭാഗ്യം ഞാൻ പ്രതീക്ഷിച്ചില്ല. അവൾ ആദ്യമാണെന്ന് അറിഞ്ഞതിൻ്റെ സന്തോഷത്തിലായിരുന്നു അയാൾ. ഞാനൊരു ജോലി തേടി ഇറങ്ങിയതാണ്. വീട്ടിലെ അവസ്ഥ വളരെ മോശമാണ്. മറ്റ് ബിസിനസ്സുകാരെ പോലെ നിക്ഷേപകരെ പറ്റിക്കാനൊന്നും അച്ഛൻ ശ്രമിച്ചില്ല. എല്ലാവരുടെയും പണം അച്ഛൻ കൊടുത്തു തീർത്തു, അവൾ പറഞ്ഞു. തൻ്റെ അച്ഛൻ സത്യസന്ധനാണ്, ബിസിനസ്സിൽ അത് പാടില്ല, അയാൾ പറഞ്ഞു. എൻ്റെ ആഗ്രഹം ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നെങ്കിൽ താൻ എൻ്റെ അടുത്ത് വരുമായിരുന്നു. ചില സമയത്ത് എത്തിക്സൊക്കെ മറക്കേണ്ടി വരും, അയാൾ പറഞ്ഞു. അയാളുടെ ആവേശം പെട്ടെന്നൊന്നും അടങ്ങില്ലെന്ന് അവൾക്ക് മനസ്സിലായി. തന്നെ പോലെ ഒരാളെ അയാൾ ആദ്യം കാണുകയാണെന്ന് അവൾക്ക് തോന്നി. പിരിയുമ്പോൾ അയാൾ പറഞ്ഞു, തനിക്കൊരു ജോലിക്കായി ഞാൻ ശ്രമിക്കാം. അത് വെറും ഭംഗി വാക്കാണെന്ന് അവൾക്കറിയാം. അയാൾ എന്നെ വിളിക്കുന്നതും ഇതിനൊക്കെ വേണ്ടി തന്നെയായിരിക്കും. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ വിളിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ലോണുണ്ട്, മുദ്ര, അത് ഞാൻ റെഡിയാക്കി തരാം. ചെറിയ എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയാൽ മതി, പിന്നെ വിപുലപ്പെടുത്താമല്ലോ. പിന്നെ ഒരു കാര്യം, അച്ഛനെ പോലെ വലിയ സത്യസന്ധനൊന്നും ആകണ്ട, ബിസിനസ്സിൽ അതിൻ്റെ ആവശ്യമില്ല, അയാൾ പറഞ്ഞു. അവൾ ഓഫീസിലെത്തിയപ്പോൾ എല്ലാം റെഡിയായിരുന്നു. പിന്നെ അവൾക്ക് കുറേ ഒപ്പിടേണ്ട ആവശ്യം മാത്രമേ വന്നുള്ളൂ. എന്ത് ചെയ്യാനാണ് പരിപാടി, അയാൾ ചോദിച്ചു. ബ്യൂട്ടി പാർലർ, അവൾ പറഞ്ഞു. ഞാനത് പഠിച്ചിട്ടുണ്ട്. അത് കൊള്ളാം, നല്ല ഐഡിയയാണ്, അയാൾ പറഞ്ഞു. സമയം 5 മണിയാകാറായി. അയാൾ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം, അവൾ പറഞ്ഞു. അവൾ അയാളെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു. അവളേക്കാൾ 10-15 വയസ്സ് കൂടുതലുണ്ട്. ഒന്നാകുമ്പോൾ അന്ന് അവളെ പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം നീ ആകെ മൂഡ് ഓഫായിരുന്നു, എൻ്റെ ഒറ്റയാൾ പോരാട്ടമായിരുന്നു, കള്ളച്ചിരിയോടെ അയാൾ പറഞ്ഞു. അവൾ നാണത്തോടെ അയാളെ നോക്കി. കുറേ ദിവസങ്ങൾക്ക് ശേഷം അവൾ മനസ്സ് തുറന്ന് ചിരിച്ചു.
അവളന്ന് ആദ്യമായി അയാളെ സുരാജേട്ട എന്ന് വിളിച്ചു. അയാൾ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. എന്നേക്കാളും 10-15 വയസ്സ് കുറവില്ല നിനക്ക്, അതുകൊണ്ട് ഞാൻ വലിയ സ്വപ്നങ്ങളൊന്നും കണ്ടില്ല, അയാൾ പറഞ്ഞു. ഇനി ചെറിയ സ്വപ്നങ്ങളൊക്കെ കണ്ടോളൂ, അവൾ പറഞ്ഞു. എനിക്കിഷ്ടമാണ്, അവൾ മന്ത്രിച്ചു. പിന്നെ പരസ്പരം അലിഞ്ഞു ചേരാനുള്ള ആവേശമായിരുന്നു രണ്ടുപേർക്കും. ദിവസങ്ങൾ ഓടിപ്പോയിക്കൊണ്ടിരുന്നു. അവളുടെ ബ്യൂട്ടി പാർലർ തുറന്നു. എത്ര കഷ്ടപ്പെടാനും അവൾക്ക് മടിയില്ലായിരുന്നു. ചേച്ചിയോട് പറയണോ? വേണ്ട. അനിയത്തിയും അമ്മയും അച്ഛനും ജീവനോടെ ഉണ്ടെന്ന് പോലും അന്വേഷിക്കാത്ത ആളാണ്. അവൾ രാപ്പകലില്ലാതെ ജോലി ചെയ്തു. കുറച്ച് പണം ബാലൻസ് വന്നപ്പോൾ നല്ലൊരു വാടക വീട്ടിലേക്ക് മാറി. സുരാജുമായുള്ള അടുപ്പം അവൾ അച്ഛനോടും അമ്മയോടും പറഞ്ഞു. രണ്ടുപേരുടെയും കല്യാണം നിശ്ചയിച്ചു. ചേച്ചിയോട് പറയണോ വേണ്ടിയെന്ന് അവൾക്ക് കൺഫ്യൂഷനായിരുന്നു. ഒടുവിൽ പറയാൻ തീരുമാനിച്ചു. അവൾ ചേച്ചിയെ വിളിച്ചു. അവളുടെ ശബ്ദം കേട്ടപ്പോൾ ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു മറുപടി. അവനെ ഉപേക്ഷിച്ച് പോയി. ഞാനിപ്പോൾ തനിച്ചാണ്. ഇവിടെ തുണിക്കടയിൽ ജോലി ചെയ്യുകയാണ്. അങ്ങോട്ട് വന്നാൽ നിങ്ങളെന്നെ ആട്ടിയിറക്കും എന്ന് എനിക്ക് പേടിയായിരുന്നു, ചേച്ചി പറഞ്ഞു. അച്ഛനും അമ്മയ്ക്ക് അതിന് സാധിക്കില്ലല്ലോ, പക്ഷെ ഞാനത് ചെയ്യുമായിരുന്നു. ഞങ്ങൾ നീലിലക്കയത്തിലേക്ക് താഴുമ്പോൾ സുഖം തേടിപ്പോയവളല്ലേ. അനിയത്തിയുടെ മറുപടി കേട്ട് ചേച്ചി ഞെട്ടിപ്പോയി. അവൾ ഭയന്ന് ഫോൺ കട്ടാക്കി. പക്ഷേ രാവിലെ ചേച്ചി കണി കണ്ടത് അവളെയാണ്. വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ചേച്ചിയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ചേച്ചിയെ കണ്ടപ്പോൾ അമ്മ പൊട്ടിത്തെറിച്ചു, പിന്നെ പൊട്ടിക്കരഞ്ഞു. ഗായത്രിയുടെ കല്യാണം കഴിഞ്ഞു. അവൾ സുരാജിൻ്റെ വീട്ടിലേക്ക് പോയി. അച്ഛനും അമ്മയ്ക്കും ഒരു കുറവും വരാതെ അവൾ നോക്കുന്നുണ്ട്. ചേച്ചിയും ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്. അവരുടെ ജീവിതം വീണ്ടും ശാന്തമായി ഒഴുകാൻ തുടങ്ങി.